എല്ലാവർക്കും ചെമ്മീർ പൂവിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. ശ്രുതി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പൊ കിടന്ന് ഉറങ്ങുന്നത്? അതാൻറ്റി ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചു നേരം ഉറങ്ങാന്ന് വിചാരിച്ചു. നിനക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ, ഉറക്കം പോയത് എൻ്റെ അല്ലേ? അതെന്തു പറ്റി ആൻറ്റി? ആഹാരം ദഹിച്ചില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ആഹാരമല്ല ദഹിക്കാത്തത്, നീ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് കുറെ നാളായിട്ട് ദഹിക്കാതെ കിടക്കുന്നത്. കുറെ നാളുകളായിട്ട് നീ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല ആൻറ്റി. ആൻറ്റി എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല, കാരണം നീ ചെറിയ കുട്ടിയല്ലേ. നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയെന്ന് പറയുന്നു, എന്നിട്ട് ഇതുവരെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. നിന്റെ കല്യാണത്തിനോ താലികോർക്കൽ ചടങ്ങിനോ ഒന്നും അദ്ദേഹം വന്നിട്ടില്ല. എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക ശ്രുതി, നിനക്ക് അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിലുണ്ടോ? നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, ഇതുവരെ നിന്റെ അച്ഛൻ ഞങ്ങളെ വിളിച്ചൊന്ന് സംസാരിച്ചിട്ടില്ല. പോട്ടെ, ഞങ്ങളെ വിളിച്ച് സംസാരിച്ചില്ലെങ്കിൽ വേണ്ട, നിന്നെയെങ്കിലും വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നതേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ആൻറ്റി, അച്ഛൻ ബിസി ആയതുകൊണ്ടല്ലേ. ബിസി എന്നൊന്നും നീ ഇനി എന്നോട് പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട. ഇത്രയ്ക്ക് ബിസി ആവാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛൻ എന്താണ് അവിടെ ജോലി? മലേഷ്യ ഭരിക്കുന്നത് നിന്റെ അച്ഛനൊന്നും അല്ലല്ലോ. ഒരു 5 മിനിറ്റ് സമയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും മക്കളെ വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആ വർഷയുടെ അമ്മേനെ നോക്ക്, അവർ വർഷയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്ര തവണയാണ് ഇവിടെ വന്ന് വർഷേനെ കണ്ടത്. അതുപോലെ രേവതിയുടെ അമ്മ വരുമല്ലോ, അവരിങ്ങോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നാലും മക്കൾ എങ്ങനെ ഇരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ അവരൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്. നിന്റെ അച്ഛൻ അതൊന്നും തിരക്കാറില്ല. അത് ആൻറ്റി, അച്ഛൻ എന്താ വരാത്തതെന്ന് എനിക്ക് അറിയില്ല. അച്ഛനെ കാണണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അദ്ദേഹം ഉടനെ ഒരു വിവാഹം കഴിച്ചു. അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ അദ്ദേഹവുമായിട്ട് വഴക്കിട്ടിട്ടാണ് ഇറങ്ങി വന്നത്. എങ്കിലും എനിക്ക് അച്ഛനെ കാണണമെന്നൊക്കെ ഇപ്പോൾ ആഗ്രഹമുണ്ട്. പിന്നെ എന്താണ് അദ്ദേഹം വരാത്തതെന്ന് എനിക്ക് അറിയില്ല. മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയെന്നാണ് എന്നോട് പറഞ്ഞത്. ഇനി ചിലപ്പോൾ ചടങ്ങിന് വന്നിട്ടുണ്ടാവും. അവിടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം തിരിച്ചു പോയതായിരിക്കുമെന്ന് ശ്രുതി പറയാ. അവിടെ പ്രശ്നങ്ങൾ നടന്ന കാര്യം നിന്റെ അച്ഛനോട് ആരാ വിളിച്ചു പറഞ്ഞത്? നിന്റെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നല്ലേ നീ എപ്പോഴും പറയാറുള്ളത്. നിന്റെ അച്ഛൻ ഈ നാട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ കാണാതെ പോകില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുമില്ല, ഇവിടെ എത്തിയിട്ടുമില്ല. അത് തന്നെയാണ് ഇവിടെ നടന്നത്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് നടന്നതാണ്. പക്ഷെ ഇപ്പം നീ കാരണം എനിക്ക് അപമാനമല്ലാതെ വേറൊന്നും ഉണ്ടാവുന്നില്ല. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയല്ല, എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛൻ ഇവിടെ എത്തിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും. സുധിയോട് പോലും ചോദിക്കാതെ ഞാൻ ആ തീരുമാനം എടുത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് ദേഷിച്ചു പോവുകയാണെ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സച്ചിനെ രേവതിയനെയാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, ബിരിയാണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? അതേ സച്ചിയേട്ടാ, അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും ബാക്കി വരുമെന്ന്, പക്ഷെ ഒരു തുള്ളി പോലും ബാക്കി വന്നില്ല. എല്ലാവരും വയറ് നിറയെ കഴിച്ചു. എനിക്കറിയായിരുന്നു അവിടുത്തെ നല്ല ബിരിയാണി ആയിരുന്നെന്ന്, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് വാങ്ങിയിട്ട് വന്നത്. വാങ്ങിയിട്ട് വന്നെന്നോ? സച്ചിയേട്ടനല്ലേ പറഞ്ഞത് റഹീം എന്ന് പറയുന്ന കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാന്ന്? അതെ അതെ, റഹീം തന്നെ തന്നു വിട്ടതാണ്. സച്ചിയേട്ട, എന്നെ വെറുതെ മണ്ടിയാക്കാൻ നോക്കല്ലേ. എനിക്കറിയാം നിങ്ങൾ ഇത് ഏതോ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന ബിരിയാണി അല്ലേ. സത്യം പറ സച്ചിയേട്ട. അത് രേവതി, ഞാൻ സിറ്റിയിലെ ഒരു നല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ബിരിയാണി തന്നെയാണ്. ഞാൻ ആ ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്ന് ഇത്രയും കള്ളങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ അമ്മ ഭക്ഷണം കഴിച്ചത്. അമ്മ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അച്ഛനും കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ. കുറെ അസുഖങ്ങളൊക്കെ ഉള്ള ആളല്ലേ, അപ്പം ഭക്ഷണം കഴിക്കാതിരുന്നാൽ പ്രശ്നമാവില്ലേ. അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിക്കൊണ്ട് വന്നത്. സച്ചേട്ടന് അച്ഛനോടുള്ള സ്നേഹം എത്രയാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അമ്മയോട് സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ നിങ്ങളത് വാങ്ങിക്കൊണ്ട് വന്നത്. ഒരു തവണ പോലും സച്ചേട്ടൻ ആഹാരം കഴിച്ചോ എന്ന് അമ്മ ചോദിച്ചിട്ടില്ല. സച്ചേട്ടനോട് അമ്മയ്ക്ക് ഒരു താല്പര്യവും ഇല്ല. എന്നാലും സച്ചേട്ടൻ അമ്മയോട് എന്തൊരു സ്നേഹമാണ്. അത് പിന്നെ എന്നെ ആദ്യം ഊട്ടിയത് അമ്മയല്ലേ, അപ്പം അമ്മ കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടമാവില്ലേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നത്. ഇപ്പം എല്ലാവർക്കും സന്തോഷമായില്ലേ, എല്ലാവരും വയറ് നിറയെ കഴിച്ചു. എനിക്ക് സച്ചേട്ടൻ്റെ സ്വഭാവം മനസ്സിലാവുന്നേ ഇല്ല. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് സച്ചിയേട്ടനോട് ഇഷ്ടം കൂടി കൂടി വരികയാണ്. ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കുക കൂടി വേണമെന്ന് സച്ചി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത്? അങ്ങനെ നമ്മുടെ സച്ചി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയെയും ശ്രുതിയുടെ ഫ്രണ്ടിനെയാണ്. ശ്രുതിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇനി നിനക്ക് ഒരു രക്ഷയില്ല മോളെ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിദേശത്തേക്ക് എങ്ങാനും പോകുന്നതായിരിക്കും നല്ലത്. നിന്നെ ശരിക്കും നിന്റെ അമ്മായിമ്മ ലോക്കാക്കിയിരിക്കുക തന്നെയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ, ഇതിൽ നിന്ന് എങ്ങനെയാന്ന് ഊരാൻ പറ്റുക എന്നുള്ള വഴി നീ പറഞ്ഞതാ. നീ എന്തായാലും ഒരു തെറ്റ് ചെയ്തു. നിനക്ക് അമ്മയില്ല എന്ന് പറഞ്ഞ പോലെ അച്ഛനും ഇല്ലാന്ന് തന്നെ പറയണമായിരുന്നു. ഇളയച്ചൻ മാത്രമേ ഉള്ളൂ, ഇളയച്ചനാണ് നിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ആദ്യമേ തന്നെ. ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, ഇളയച്ചനെ ഇറക്കിയ പോലെ അച്ഛനാന്ന് പറഞ്ഞു ആരെങ്കിലും കൊണ്ടുവരണം. വെറുതെ മണ്ടത്തരം പറയാതെടി, അവരെൻ്റെ അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല ഈ പറയുന്നത്. അച്ഛൻ കൊണ്ടുവരുന്ന സ്വർണവും പണവും ഒക്കെയാണ് അവർ മോഹിച്ചിരിക്കുന്നത്. ഞാൻ അച്ഛനായിട്ട് ഒരാളെ കൊണ്ടുവന്നാലേ ഇതൊക്കെ അവർ അയാളോട് ചോദിക്കും. അപ്പം ഞാൻ എന്തു പറയും? എന്നാൽ പിന്നെ നീ സത്യങ്ങളെല്ലാം നിന്റെ അമ്മായിയമ്മയടുത്ത് തുറന്നു പറയുക, അത്ര തന്നെ വഴിയുള്ളൂ.
സത്യങ്ങളെല്ലാം ഞാനിപ്പോൾ തുറന്നു പറഞ്ഞാലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ഈ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞത്. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതാവില്ലേ? അല്ലെങ്കിൽ തന്നെ നീ ഇപ്പോൾ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്? ടെൻഷൻ അടിച്ചല്ലേ നീ ജീവിക്കുന്നതെന്ന് ശ്രുതിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. അതെനിക്കറിയാടി, സത്യങ്ങൾ ഒരുപാട് നാളൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ സത്യം അറിയുന്ന സമയത്ത് സുധി എൻ്റെ കൂടെ നിൽക്കണം. അതിനു വേണ്ടിയിട്ട് സുധിയെ എൻ്റെ കൺട്രോളിലാക്കണം. ഇനിയിപ്പോൾ എൻ്റെ മുൻപിൽ ഒരു ഐഡിയ ഉള്ളൂ, ബീരാനിക്കനെ ഇറക്കുക. തൽക്കാലം അയാളെ ഇറക്കിയിട്ട് പിടിച്ചു നിൽക്കാനേ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യുക, അയാളെ വിളിച്ചൊന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കുക. അങ്ങനെ ശ്രുതിയുടെ ഫ്രണ്ട് അയാളെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ബീരാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കാറിൽ കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക് വന്നിറങ്ങുകയാണ്. എന്നിട്ട് വന്ന് കോളിംഗ് ബെല്ല് അടിക്കുക. അപ്പോഴേക്കും നമ്മളുടെ ചന്ദ്രമതിയാണ് വന്ന് കതക് തുറക്കുന്നത്. കതക് തുറക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇയാളെ കണ്ടിട്ട്. അയ്യോ, നിങ്ങളായിരുന്നോ വന്നത്, വാ കയറിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ അയാളെ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയെ വിളിക്കുകയാണ്. ശ്രുതി മോളെ ഇറങ്ങി വന്നേ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി രേവതി അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇയാൾ ഇത് ഇത്ര പെട്ടെന്ന് എവിടെ നിന്നാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ചോദിക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്